ഉമ്മ തോമസ് MLAക്ക് അപകടം സംഭവിച്ച പരിപാടിയെ സംബന്ധിച്ച് അന്വേഷണം ഊർജിതമാക്കുകയാണ് പോലീസ്. പരിപാടിയിലെ പ്രധാന നർത്തകിയായിരുന്ന ദിവ്യ ഉണ്ണിയിൽ നിന്നും മൃദംഗ വിഷൻ രക്ഷാധികാരിയായ നടൻ സിജോയ് വർഗീസിൽ നിന്നും പോലീസ് വിവരങ്ങൾ തേടും. പരിപാടിയെ സംബന്ധിച്ച് ഗുരുതരമായ സാമ്പത്തിക ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ അതിനെ സംബന്ധിച്ചും പോലീസ് ചോദ്യങ്ങൾ ചോദിച്ചേക്കും. ഡിസംബർ 29 വൈകിട്ടാണ് കൊച്ചി കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ചുണ്ടായ അപകടത്തിൽ ഉമ്മ തോമസ് MLAക്ക് ഗുരുതര പരിക്കേറ്റത്. തലക്കും ശ്വാസകോശത്തിനുമടക്കം പരിക്കേറ്റിരുന്നു. നിലവിൽ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കഴിയുകയാണ് ഉമ്മ തോമസ്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ നൃത്തപരിപാടി സംഘടിപ്പിച്ചതിനാൽ സംഘാടകർക്കെതിരെ അന്ന് കേസെടുത്തിരുന്നു. കൂടാതെ പരിപാടിക്കായി വിദ്യാർത്ഥികളിൽ നിന്ന് അമിതമായി ഫീസ് ഈടാക്കിയെന്ന ആരോപണവും ഉയരുന്നുണ്ട്. ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റി 24 നിർദ്ദേശങ്ങൾ അടങ്ങിയ എഗ്രിമെന്റ് കൊടുത്തിരുന്നതായും എന്നാൽ ഈ നിർദ്ദേശങ്ങളിൽ പല കാര്യങ്ങളും സംഘാടകർ പാലിച്ചതായി കാണുന്നില്ലെന്നും കൊച്ചി പോലീസ് കമ്മീഷണറും പറഞ്ഞിരുന്നു. ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് ദിവ്യ ഉണ്ണി നടത്തിയ നൃത്തപരിപാടിയുടെ സംഘാടകർക്കെതിരെ കൂടുതൽ ആരോപണങ്ങൾ ഉയരുകയാണ്. പണം നൽകിയാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തതെന്നാണ് ആരോപണം. 3500 രൂപ രജിസ്ട്രേഷൻ ഫീസായി നൽകി. ഇത് കൂടാതെ 1600 രൂപ വസ്ത്രത്തിനായി വാങ്ങി. എന്നാൽ പലരോടും പല തുകയാണ് സംഘാടകർ വാങ്ങിയത്. ചിലരോട് 5000, ചിലരോട് 2000 എന്നാണ് നർത്തകരിൽ ചിലർ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഗിന്നസ് റെക്കോർഡിന്റെ സർട്ടിഫിക്കറ്റ് തരാമെന്ന് പങ്കെടുത്ത എല്ലാ നർത്തകരോടും പറഞ്ഞിരുന്നു. കൂടുതൽ നർത്തകരെ പങ്കെടുപ്പിക്കുന്ന നൃത്ത അധ്യാപകർക്ക് ഗോൾഡ് കോയിൻ വാഗ്ദാനം ചെയ്തതായും നർത്തകർ പറയുന്നുണ്ട്. നൃത്തം ചെയ്യാനായി ആദ്യം രജിസ്റ്റർ ചെയ്തെങ്കിലും സംഘടനക്കാരുടെ പിടിപ്പുകേട് കൊണ്ട് പിന്നീട് പിൻവലിച്ചുവെന്നും ഒരു നർത്തകി പറയുന്നു. ചിലരോട് 2000 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസായി വാങ്ങിയത്. എന്നാൽ തന്റെ കയ്യിൽ നിന്നും 3500 ആദ്യം വാങ്ങി, പിന്നെ 1600 കോസ്റ്റ്യൂമിന് വേണ്ടി നൽകി. കല്യാൺ സിൽക്സിൽ നിന്നും നെയ്തെടുത്ത പട്ടാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ വന്നപ്പോൾ കിട്ടിയത് ഭരതനാട്യത്തിന് ഉപയോഗിക്കുന്ന സാധാരണ കോട്ടൺ സാരിയാണ്. ഇതിനു പുറമെ മേക്കപ്പ്, ഹെയർ ഡ്രസ്സിംഗ്, ട്രാൻസ്പോർട്ടേഷൻ, സ്റ്റേ എല്ലാം നർത്തകർ സ്വന്തമായി നോക്കണം. ഗിന്നസ് റെക്കോർഡിന്റെ സർട്ടിഫിക്കറ്റ് നൽകുമെന്ന് പറഞ്ഞിരുന്നു. ഇതിനു മുമ്പ് റെക്കോർഡിന് വേണ്ടിയുള്ള ഒരു പരിപാടിക്ക് പങ്കെടുത്തിട്ടുണ്ട്. എന്നാൽ അന്നൊന്നും പൈസ കൊടുത്തിട്ടില്ല. ഇവിടെ ഇവർ നേരിട്ട് നർത്തകരെ ബന്ധപ്പെട്ടിട്ടില്ല. പകരം ഡാൻസ് പഠിപ്പിക്കുന്ന അധ്യാപകരെയാണ് ബന്ധപ്പെട്ടത്. പൈസ വാങ്ങിയിട്ടും നല്ല സ്റ്റേജ് ഉണ്ടായില്ല എന്നാണ് ഒരു നർത്തകി പറയുന്നത്. തന്റെ 2 കുട്ടികൾ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ 12,000-ൽ കൂടുതൽ ചെലവായി എന്നാണ് മറ്റൊരാൾ പറയുന്നത്. ഗിന്നസ് റെക്കോർഡിന്റെ സർട്ടിഫിക്കറ്റ് 1.5 മാസം കഴിയുമ്പോൾ അയച്ചു തരാമെന്ന് ഇവർ പറഞ്ഞിരുന്നു. ഇതാണ് ഒരാളുടെ പ്രതികരണം. ഈ പരിപാടിക്കെതിരെ കേസ് നൽകിയതായി മറ്റൊരു വ്യക്തിയും അറിയിച്ചിട്ടുണ്ട്. പരിപാടിയുടെ കാര്യമറിഞ്ഞവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെ തന്റെ ഒരു സുഹൃത്തിന് പങ്കെടുക്കാനായി ഫോൺ ചെയ്തിരുന്നു. ഇവർ തന്ന അതേ നമ്പറിലേക്കാണ് കോൺടാക്ട് ചെയ്തത്. ഡിസംബർ 20-നായിരുന്നു വിളിച്ചത്. അവർ പറ്റില്ലെന്ന് പറഞ്ഞു. മറ്റൊരാൾ പറഞ്ഞതനുസരിച്ച് വീണ്ടും വിളിച്ചു. അപ്പോൾ കേട്ടാൽ അറക്കുന്ന തെറിയാണ് അവർ പറഞ്ഞത്. കേസ് നൽകുമെന്ന് പറഞ്ഞതിനാൽ കുട്ടിയെ പങ്കെടുപ്പിക്കാമെന്ന് അവർ പറഞ്ഞു. 25-ാം തീയതി പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ പരാതിയും നൽകി. പക്ഷേ നടപടി ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. ഗിന്നസ് റെക്കോർഡൊക്കെ നല്ലതാണ്. പക്ഷേ 12,000 പേര് ഇറങ്ങി കൊച്ചിയിലെ സ്റ്റേഡിയത്തിൽ എന്തൊക്കെയോ കാണിച്ചപ്പോൾ ക്യാമറ ഫോക്കസ് ചെയ്യുന്നത് ദിവ്യ ഉണ്ണിയെ മാത്രമാണ്. ബാക്കിയുള്ളവർ പലരും പല ദിശയിൽ തിരിഞ്ഞു നിന്ന് എന്തൊക്കെയോ ചെയ്യുന്നു. പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം കൂട്ടി റെക്കോർഡ് എന്ന പേരിൽ ഇത്തരം ഊടായ്പകൾ നടത്തിയതുകൊണ്ട് നാടിനും നാട്ടുകാർക്കും അതിൽ പങ്കെടുത്തവർക്കും ഒരു ഗുണവുമില്ല. ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടുന്നത് കൊണ്ട് യാതൊരു വിധത്തിലുള്ള സാമ്പത്തിക ലാഭവും ഉണ്ടാകുന്നില്ല. ഗിന്നസ് ബുക്കിൽ പേരുള്ള ഗിന്നസ് ബക്രു തന്നെയാണ് ഇക്കാര്യം പറഞ്ഞത്. കുറെ കുട്ടികളെയും അവരുടെ വീട്ടുകാരെയും പറ്റിച്ച് കുറച്ച് കാശുണ്ടാക്കാൻ ചിലർക്ക് സാധിച്ചു എന്നത് മാത്രമാണ് ഈ പരിപാടിയുടെ ഗുണം. പിന്നെ കുറെ നൃത്ത അധ്യാപകർക്കും ഈ പ്രശസ്തിയുടെ പേരിൽ കൂടുതൽ കുട്ടികളെ ഡാൻസ് ക്ലാസ്സിൽ ചേർക്കാനും കൂടുതൽ ഫീസ് വാങ്ങാനും കഴിയും. ഉമ്മ തോമസിന് ഗുരുതരമായി പരിക്ക് പറ്റിയ ഈ ഗിന്നസ് പരിപാടിയിൽ ദിവ്യ ഉണ്ണിയെ പോലുള്ള ഡാൻസ് പഠിപ്പിക്കുന്ന നൃത്ത വിദ്യാലയക്കാർക്കാണ് ആനുകൂല്യങ്ങൾ ലഭിച്ചിരിക്കുന്നത്.